ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇൻഡെക്സിങ്ങിനെ കുറിച്ചും പറഞ്ഞു. അതിനുശേഷം ഇൻഡെക്സിങ്ങിൻ്റെ ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ക്ലസ്റ്റർ, മൾട്ടി ലെവൽ ഇൻഡെക്സുകളുണ്ട്. അങ്ങനെയുള്ള 4 കാര്യങ്ങളുണ്ടതായിട്ട് പറഞ്ഞു. നമുക്കിപ്പോൾ ഇന്ന് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കണം. നമുക്കതിൻ്റെ ഡിഫറൻസും എൻ്റെ തിയറി പോർഷനായിട്ട് എന്തൊക്കെയാണ് പ്രൈമറി ഇൻഡെക്സസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒപ്പം ഇതിൻ്റെ പ്രോബ്ലംസ്. സോ ഫസ്റ്റ് വൺ, പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഓർഡേർഡ് ഫയലിനാണ്. ഓർഡേർഡ് ഫയൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആയിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു നെയിമിനെ ബേസ് ചെയ്താണെങ്കിൽ ആൽഫബറ്റിക് ആയിട്ടുള്ള ഓർഡർ, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ ഫയലിലാണ്, ട്യൂപ്പിൾസ് എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ ഫയലിലാണ് നമ്മൾ ആക്ച്വലി പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓർഡേർഡ് ആയിട്ടുള്ള ഡേറ്റ ഫയലിലെ പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. മെയിൻലി ഈ ഓർഡർ ചെയ്തേക്കുന്നത് അതിൻ്റെ ഏതെങ്കിലും കീ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും. ഇപ്പോൾ യൂഷ്വലി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി കീ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കാം മിക്കവാറും അതിൻ്റെ ഓർഡറിങ് വരുന്നത്. ഇപ്പോൾ എംപ്ലോയി ഐ ഡി ആണ് അതിൻ്റെ പ്രൈമറി കീ എങ്കിൽ എംപ്ലോയി ഐ ഡി ബേസ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്തൊക്കെയാണെങ്കിൽ നമുക്ക് എംപ്ലോയി ഐ ഡിയെ സെർച്ച് കീ ആക്കിക്കൊണ്ട് ഒരു ഇൻഡെക്സ് എംപ്ലോയി ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അതിൻ്റെ പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് പറയുന്നത്. ബേസിക്കലി അത് പ്രൈമറി കീയെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഡെക്സ് എന്ന് പറയുന്നതും ഓർഡർ ചെയ്തിട്ട് വരും. അതിൻ്റെ ആ ഓർഡറിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് ഓർഡേർഡ് ഇൻഡെക്സ് തന്നെയായിരിക്കും. സീക്വൻഷ്യൽ ഫയലും ഓർഡേർഡ് ഫയൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള എല്ലാ വാല്യൂസിനും, ഒരു ബ്ലോക്കിനകത്ത് വരുന്ന എല്ലാ വാല്യൂസിനും നമുക്ക് ഇൻഡെക്സ് എൻട്രി കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഒരു ബ്ലോക്കിൽ ഒരു എൻട്രി മാത്രം മതി. ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് പോലെ ഇപ്പോൾ ഫസ്റ്റ് ഒരു ബ്ലോക്കിൽ 2 ട്യൂപ്പിൾസാണ് വരുന്നതെങ്കിൽ അല്ല, ഫസ്റ്റ് ട്യൂപ്പിളിന് മാത്രം എൻട്രി കൊടുക്കും. ഒരു സ്പാർസ് ഇൻഡെക്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഇൻഡെക്സിനും ഓരോ ബ്ലോക്കിനും ഒരു എൻട്രി എന്നുള്ള രീതിയിലായിരിക്കും പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിന് വേണ്ടി 30, തേർഡ് വണ്ണിന് വേണ്ടി 50, ഫോർത്ത് വണ്ണിന് വേണ്ടി 70, നെക്സ്റ്റ് പുതിയ ഇൻഡെക്സ് ബ്ലോക്കിനകത്ത് അടുത്ത ബ്ലോക്കിന് വേണ്ടി 90, ആ രീതിയിൽ ഓരോ എൻട്രി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്പാർസ് ഇൻഡെക്സ് ആയിരിക്കും. ഒരു ഇൻഡെക്സ് എൻട്രി ഓരോ ബ്ലോക്കിനും ക്രിയേറ്റ് ചെയ്യും. അതായത് ഫോർ ഈച്ച് ബ്ലോക്ക് വി ക്രിയേറ്റ് ഓൺലി 1 എൻട്രി ഇൻ ദ ഇൻഡെക്സ് ടേബിൾ. ആ ബ്ലോക്കിനകത്ത് എത്ര ട്യൂപ്പിൾസ് ഉണ്ട് എങ്കിലും നമ്മളൊരു ഇൻഡെക്സ് എൻട്രി മാത്രമേ അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ പ്രൈമറി ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്പാർസ് ആയിരിക്കും. സെക്കൻഡ് വൺ, ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്. ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ കീ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്താണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ബേസ് ചെയ്താണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയി ടേബിളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളുണ്ട്, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസാണ് ഉള്ളത്. എംപ്ലോയീസിൻ്റേത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ്. ആദ്യം ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതെല്ലാം ഒരുമിച്ച്, പിന്നെ സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം ഒരുമിച്ച്, അങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് നമ്മളുടെ എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ സോർട്ട് ചെയ്തേക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി യൂസ് ചെയ്താണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് സോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീ ഫീൽഡ് അല്ല. അതായത് എംപ്ലോയിയുടെ ഒരു നോൺ കീ ഫീൽഡാണ്. എംപ്ലോയിയുടെ കീ എന്ന് പറയുന്നത് എംപ്ലോയി ഐ ഡിയാണ്. പക്ഷേ ഇവിടെ അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി യൂസ് ചെയ്താണ്. ഇതൊരു ഓർഡേർഡ് ഫയൽ തന്നെയാണ്, പക്ഷേ അത് ഓർഡർ ചെയ്തേക്കുന്നത് കീ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തല്ല. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഏത് ഫീൽഡാണോ, ഏത് ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്താണോ ആ ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്ത് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് വരുമ്പോൾ ഈ ആട്രിബ്യൂട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാം. ഇപ്പോൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും എംപ്ലോയി ഐ ഡി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും ഒരേ വാല്യൂ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 3 പേരുണ്ട്, സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 5 പേരുണ്ട്,
അങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡെക്സ് എൻട്രി ഓരോ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂവിനുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ബ്ലോക്കിലാണോ അതിൻ്റെ ഫസ്റ്റ് ട്യൂപ്പിൾ വരുന്നത് ആ വാല്യൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി വന്നേക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെയാണ്. അപ്പം സെക്കൻഡും പോയിൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിലോട്ടാണ്. തേർഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ബ്ലോക്കിൽ നിന്നാണ്. അപ്പോൾ തേർഡിൻ്റെ പോയിൻ്റർ പോയിരിക്കുന്നത് തേർഡ് ബ്ലോക്കിലോട്ടാണ്. അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിലോട്ട് ഇൻഡെക്സ് എൻട്രി ഇല്ല. ഓക്കെ, അതായത് സെക്കൻഡിൽ മുഴുവനുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് 2 എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തോട്ട് എൻട്രി ഇല്ല. നമ്മൾ എല്ലാ ബ്ലോക്കിൽ നിന്നും നെക്സ്റ്റ് ബ്ലോക്കിലോട്ടുള്ള ഒരു പോയിൻ്റർ ഉണ്ടാവും. അതായത് ഇവിടെ ഓരോ ബ്ലോക്കും കഴിയുമ്പോൾ അവിടെ ആ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റർ നെക്സ്റ്റ് ബ്ലോക്കിലോട്ടുണ്ടാവും. ഇൻഡെക്സിനകത്ത് ഓരോ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂവിനും ഓരോ എൻട്രി ഉണ്ടാവും. ഇപ്പോൾ 5 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിൽ 5 എൻട്രിയേ ഉള്ളൂ. അത് ഓരോന്നും എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഏത് ബ്ലോക്കിൽ നിന്ന് ആ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അതിൻ്റെ പോയിൻ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ബ്ലോക്കിലോട്ടായിരിക്കും പോയിൻ്റർ ഉള്ളത്. ഇത് സ്പാർസാണ്, കാരണം എല്ലാ ട്യൂപ്പിൾസിനും നമ്മൾ ഒരു എൻട്രി കൊടുക്കുന്നില്ല. ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിന് വേണ്ടി മാത്രമേ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ്സ് എ സ്പാർസ് ഇൻഡെക്സ്. And third one, secondary index. നമുക്ക് സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ഒരു പ്രൈമറി ഇൻഡെക്സ് ഉള്ള ടേബിളിന് വേണ്ടിയായിരിക്കും. അതായത് പ്രൈമറി ഇൻഡെക്സ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി കീ ബേസ് ചെയ്താണ് ഫയലെല്ലാം ഓർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡേറ്റ ഫയലിനെ സോർട്ട് ചെയ്തേക്കുന്നത് ഏതോ ഒരു പർട്ടിക്കുലർ കീ യൂസ് ചെയ്താണ്. ഇത് വേറൊരു ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് എനിക്ക് ഒരു ഇൻഡെക്സ് വീണ്ടും വേറൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു സെക്കൻഡറി ഇൻഡെക്സ് ആണ്. അത് ചിലപ്പോൾ കീ ആവാം, കീ അല്ലാതെ ആവാം. അത് കീ ആവാമെന്ന് വെച്ചാൽ പ്രൈമറി കീ മാത്രമല്ലല്ലോ, നമുക്ക് കാൻഡിഡേറ്റ് കീസും ഉണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ യുണീക്ക് വാല്യൂസ് ആയിരിക്കും, പക്ഷേ അത് വെച്ച് സോർട്ടഡ് അല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റ് കീക്ക് വേണ്ടിയുള്ളതാവാം, അതല്ല ചിലപ്പോൾ കീ അല്ലാത്ത ഒരു ആട്രിബ്യൂട്ടിനും വേണ്ടിയാവാം. രണ്ടായാലും നമ്മളുടെ ഡേറ്റ ഫയലിനകത്ത് വാല്യൂ അറേഞ്ച് ചെയ്തല്ല കിടക്കുന്നത്. പല പല സ്ഥലങ്ങളിലായിട്ട് വാല്യൂ ഉണ്ടാവും. കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ ഇപ്പോൾ 20,000 റോസ് ഉണ്ടെങ്കിൽ 20,000 യൂണിക് വാല്യൂസ് ആയിരിക്കും കാൻഡിഡേറ്റ് കീ ആയതുകൊണ്ട്. ഇനി കാൻഡിഡേറ്റ് കീ അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ നോൺ കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാം. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മളുടെ ഒരു ആട്രിബ്യൂട്ട് ABCD എന്നൊക്കെ വന്നിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ A എന്നുള്ള വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും തവണയും നമ്മൾ ഇൻഡെക്സിനകത്ത് എൻട്രി കൊടുക്കുന്നുണ്ട്. ഓക്കെ, A 2 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 2 തവണ A എൻട്രി ചെയ്തു. B 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 3 എൻട്രീസ് ഇൻഡെക്സ് ടേബിളിൽ കൊടുത്തു. C 1 തവണയേ ഉള്ളൂ, D 1 തവണയേ ഉള്ളൂ, E 2 തവണയുണ്ട്, F 1 തവണയേ ഉള്ളൂ. അപ്പോൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും അത്രയും തവണയും അതിനകത്ത് ഇൻഡെക്സിനകത്ത് എൻട്രി കൊടുക്കും. പിന്നെ ഒരു കാര്യം, ഇൻഡെക്സ് എന്ന് പറയുന്നത് സോർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇൻഡെക്സിനകത്ത് സോർട്ടഡ് ആയിരിക്കും. ഇൻഡെക്സിനകത്തുള്ള വാല്യൂസ് എല്ലാം സോർട്ടഡ് ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാകും, അങ്ങനെ വരും. ഇത് ഒരു രീതിയിൽ നമുക്ക് സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര ഇൻഡെക്സ് എൻട്രീസ് വേണം എന്നുള്ളത് എങ്ങനെ നോക്കും? കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എൻട്രീസ് തന്നെയാണ്. ഓക്കെ, ഇനി അതല്ല കാൻഡിഡേറ്റ് കീ അല്ലാത്തതാണെങ്കിലും എത്ര ട്യൂപ്പിൾസ് ഉണ്ടോ അത്രയും തവണ എൻട്രി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് എൻട്രീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെക്കോർഡ്സിന് ഈക്വലാണ്. അപ്പോൾ ഒരു 50,000 റോസ് ഉള്ള ഒരു ഫയലാണെങ്കിൽ, റെക്കോർഡ്സ് ഉള്ള ഒരു ഫയലാണെങ്കിൽ 50,000 എൻട്രീസും ഇൻഡെക്സിനകത്തുണ്ടാവും. ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും ഉണ്ടാവും. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിലല്ല, ഒന്നിൽ നിന്ന് വേറൊന്നിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും. ഇപ്പോൾ കാൻഡിഡേറ്റ് കീ ആണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത് കാൻഡിഡേറ്റ് കീ ആണ് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സിനകത്ത് വരുന്ന വാല്യൂ നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ഈക്വൽ, അതിനകത്ത് എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ എൻട്രി ഇൻഡെക്സ് ടേബിളിനകത്തും ഉണ്ട്. പക്ഷേ വാല്യൂസ് എല്ലാം ഡിഫറെൻ്റ് ആണ്, സോർട്ടഡുമാണ്. ഇവിടെ നമ്പർ ഓഫ് എൻട്രീസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെക്കോർഡ്സ് തന്നെയാണ്.
പക്ഷേ വാല്യൂസ് യുണീക്ക് അല്ല, പക്ഷേ സോർട്ടഡ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻട്രീസ് അതിനകത്ത് വരുന്നുണ്ട്. ഇത് നോൺ കീ ആട്രിബ്യൂട്ട്സിൻ്റെ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നോൺ കീ ആട്രിബ്യൂട്ട്സിന് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. ഇനി ഇതിന് വേറൊരു രീതിയിൽ ചെയ്യാം. ഈ സെക്കൻഡറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കീ ഫീൽഡ് ഉണ്ടാവും. കീ ഫീൽഡ് എന്ന് വെച്ചാൽ സെർച്ച് കീ ഫീൽഡ് ഉണ്ടാവും, ഒരു പോയിൻ്റർ ഉണ്ടാവും. ഈ പോയിൻ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തപ്പോഴെല്ലാം ഏത് ട്യൂപ്പിളാണോ ആ ട്യൂപ്പിളിലോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതും ഈ നേരത്തെ ഈ പറഞ്ഞ കാണിച്ചേക്കുന്ന 3 എക്സാമ്പിൾസും ആ പർട്ടിക്കുലർ വാല്യൂവിൽ നിന്നും ആ ട്യൂപ്പിളിലോട്ട്, ആ ട്യൂപ്പിൾ ഏത് ട്യൂപ്പിളിനാണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ട്യൂപ്പിളിലോട്ടാണ് പോയിൻ്റ് പോയിരിക്കുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് ബ്ലോക്ക് പോയിൻറ്റേഴ്സായിട്ടും റെക്കോർഡ് പോയിൻറ്റേഴ്സായിട്ടും ചെയ്യാം. അതായത് റെക്കോർഡ് പോയിൻ്ററാണ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത്. ഇതല്ലാതെ ബ്ലോക്ക് പോയിൻ്ററായിട്ട് ചെയ്യാം. ആ ബ്ലോക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് പോയിൻ്റർ അല്ല, റെക്കോർഡ് പോയിൻ്ററാണ്. എ എന്നുള്ളത് ഫസ്റ്റ് ട്യൂപ്പിളിലോട്ട് പോയി, വീണ്ടും എ എന്നുള്ളത് അടുത്ത 4th ട്യൂപ്പിളിലോട്ട് പോയി. ആ ഒരു റെക്കോർഡിലോട്ടാണ്, പർട്ടിക്കുലർ റെക്കോർഡിലോട്ടാണ് പോയിരിക്കുന്നത്. ആ റെക്കോർഡ് പോയിൻ്ററായിട്ടാണ് അതിൻ്റെ ഇൻഡെക്സ് ടേബിളിനകത്ത് വരുന്ന പോയിൻ്റർ വരുന്നത്. പക്ഷേ ഇവിടെ സെയിം തന്നെ ഒരു ഇൻഡയറക്ഷൻ യൂസ് ചെയ്ത് സെക്കൻഡറി ഇൻഡെക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇൻഡയറക്ഷൻ യൂസ് ചെയ്ത് സെക്കൻഡറി ഇൻഡെക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഡെക്സ് ടേബിളിനകത്ത് എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ടോ ആ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിന് വേണ്ടി മാത്രമേ എൻട്രി ഉണ്ടാകത്തുള്ളൂ. എ എത്ര തവണ വന്നാലും എക്ക് വേണ്ടി ഒരു എൻട്രി, ബി എത്ര തവണ വന്നാലും ബിക്ക് വേണ്ടി ഒരു എൻട്രി, അത്രയേ ഉള്ളൂ. അത് പോയിൻ്റ് ചെയ്തേക്കുന്നത് വേറൊരു ബ്ലോക്കിലോട്ടാണ്. ആ ബ്ലോക്കിനകത്ത് കുറേ പോയിൻറ്റേഴ്സ് ഉണ്ടാവും. ആ പോയിൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ എയിൽ നിന്ന് പോയിൻ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിലോട്ടാണെങ്കിൽ ആ അതിൽ പോയിൻ്റ് ചെയ്തേക്കുന്ന അതിൽ നിന്ന് പോകുന്നതെല്ലാം എയുടേതാണ്, എയുടെ പോയിൻറ്റേഴ്സാണ്. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അത് മാത്രം ഇപ്പോൾ ആദ്യത്തേൽ എ പോയിൻ്റ് ചെയ്തേക്കുന്ന ബ്ലോക്കിൽ അതിൽ നിന്ന് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 2 എണ്ണം ഒരു ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഒരു ബക്കറ്റാണെന്ന് പറയും. ഒരു ബക്കറ്റ് ഓഫ് പോയിൻറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഡേറ്റാ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുള്ളപ്പം ലിസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഗ്രാഫൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ അഡ്ജസൻസി ലിസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നോഡിൽ നിന്നും ഏതെല്ലാം നോഡിലോട്ട് നമ്മൾക്ക് എഡ്ജസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അഡ്ജസൻസി ലിസ്റ്റ് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അതുപോലത്തെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അതായത് എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അത് പോയിൻ്റ് ചെയ്തേക്കുന്നത് ഒരു ലിസ്റ്റ് ഓഫ് പോയിൻറ്റേഴ്സിലോട്ടാണ്. അത് ആ പോയിൻ്ററിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം അതിനകത്ത് ആ ലിസ്റ്റ് ഓഫ് പോയിൻറ്റേഴ്സിനകത്ത് ട്യൂപ്പിളിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന പോയിൻറ്റേഴ്സ് ഉണ്ടാവും. നമ്മളുടെ ഇവിടെ ആദ്യത്തെ 2 എണ്ണം ചേർന്നാണ് ഒരു പോയിൻ്റർ ബക്കറ്റ്. എയുടെ പോയിൻ്റർ ബക്കറ്റ് എന്ന് പറയുന്നത് അതാണ്. അതിൽ 2 പോയിൻറ്റേഴ്സ് ഉണ്ട്. അതായത് എക്ക് വേണ്ടി എ എന്ന് പറയുന്ന വാല്യൂ വരുന്ന 2 റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ എത്ര റെക്കോർഡ്സ് സെയിം വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും ഇൻഡെക്സിനകത്ത് നമ്മൾ ഒരൊറ്റ എൻട്രിയെ വയ്ക്കുകയുള്ളൂ. അതായത് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിന് വേണ്ടി മാത്രമേ എൻട്രി വയ്ക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഇൻഡയറക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഒന്നും പറയുന്നില്ല എങ്കിൽ ഇൻഡയറക്ഷൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഇൻഡയറക്ഷൻ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ എടുത്തിട്ട് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പം സെക്കൻഡറി ഇൻഡെക്സിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എത്ര ഇൻഡെക്സ് എൻട്രി വേണം, എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ ഇൻഡെക്സ് എൻട്രീസ് വേണം. ഇനി അതല്ല ഇൻഡയറക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പോയിൻ്റർ ബക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ടോ അത്രയും ഇൻഡെക്സ് എൻട്രീസ് വേണം. ഓക്കെ, ഇനി ഒരു സെക്കൻഡറി ഇൻഡെക്സിൻ്റെ ലാസ്റ്റ് പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിന് വേണ്ടി ഒരു ടേബിളുണ്ട് അല്ലെങ്കിൽ ഒരു ഫയലുണ്ട്. ആ ഫയലിന് വേണ്ടി എത്ര സെക്കൻഡറി ഇൻഡെക്സ് വേണോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 25 ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ഫയലാണ്. ഒരെണ്ണം പ്രൈമറി കീയാണ്, അപ്പോൾ ഒരു പ്രൈമറി ഇൻഡെക്സ് ഉണ്ട്. അതിനെ യൂസ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 24 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആ 24 ആട്രിബ്യൂട്ട്സിനും വേണമെങ്കിൽ നമുക്ക് സെക്കൻഡറി ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടേബിളിന് തന്നെ 25 ഡിഫറെൻറ്റ് ഇൻഡെക്സുകൾ ഉണ്ടാവും. ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ ഇൻഡെക്സ് അങ്ങനെ ഒരു രീതിയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സെലക്ട് സംതിങ് ഫ്രം ടേബിൾ വെയർ ഏത് ആട്രിബ്യൂട്ടിൻ്റെ പേര് അവിടെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം.
ഈ ഒരു വെയർ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി നമുക്ക് ഈ ഇൻഡെക്സ് വേണ്ടത്. കാരണം വെയർ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയണം. അതിന് വേണ്ടി അത് ഫാസ്റ്റ് ട്രാക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി ഇൻഡെക്സ് ഏതെല്ലാം ആട്രിബ്യൂട്ടിന് വേണോ ആ ആട്രിബ്യൂട്ട്സിനെല്ലാം തുടങ്ങാം. ഒരു സെക്കൻഡറി ഇൻഡെക്സേ പാടുള്ളൂ എന്നില്ല. പ്രൈമറി ഇൻഡെക്സ് ഒരെണ്ണേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ സെക്കൻഡറി ഇൻഡെക്സ് എത്ര വേണോ ആവാം. ഈ സെക്കൻഡറി ഇൻഡെക്സ് എല്ലാം ഡെൻസും ആയിരിക്കും. കാരണം എല്ലാ വാല്യൂസും അത് ഇൻക്ലൂഡ് ചെയ്യും. എല്ലാ റെക്കോർഡ്സിനും ഓരോ ഒരെണ്ണം ഉണ്ടാവും, ഇൻഡയറക്ഷൻ ഇല്ല എങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യം ഇതാണ്. പ്രൈമറി ഇൻഡെക്സ് ആകുമ്പോൾ എത്ര ഇൻഡെക്സ് എൻട്രീസ് വരുമെന്ന് ചോദിച്ചാൽ എത്ര ഡേറ്റ ബ്ലോക്സ് ഉണ്ടോ അത്രയും ഇൻഡെക്സ് എൻട്രീസ് ഉണ്ടാവും. ഡെൻസ് ആയിരിക്കത്തില്ല, സ്പാർസ് ആയിരിക്കും. ആങ്കറിങ്ങിൻ്റെ കാര്യം കുഴപ്പമില്ല, അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ല. ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആകുമ്പോൾ എത്ര ഡിസ്റ്റിൻക്റ്റ് വാല്യൂസ് ഉണ്ടോ അത്രയും ഇൻഡെക്സ് എൻട്രീസ് ഉണ്ടാവും, അതും സ്പാർസ് ആയിരിക്കും. സെക്കൻഡറി ആകുമ്പോൾ അത് കാൻഡിഡേറ്റ് കീയെ ബേസ് ചെയ്താണ് എങ്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ ഇൻഡെക്സ് എൻട്രീസും ഉണ്ടാകും, ഡെൻസും ആണത്. ഡെൻസ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിരിക്കും. സെക്കൻഡറി ഇൻഡെക്സ് ഒരു നോൺ കീ ആട്രിബ്യൂട്ടിൽ ചെയ്താലും ഇൻഡയറക്ഷൻ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും തന്നെ ഇൻഡെക്സ് എൻട്രീസും ഉണ്ടാവും, ഡെൻസും ആയിരിക്കും. പക്ഷേ ഇൻഡയറക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിന് വേണ്ടി മാത്രമേ ഇൻഡെക്സ് എൻട്രി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതൊരു സ്പാർസ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ മൾട്ടി ലെവൽ ഇൻഡെക്സിങ്. മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങിൻ്റെ ആവശ്യം വരുന്നത് നമ്മളിപ്പോൾ ഇൻഡെക്സ് പ്രൈമറി ഇൻഡെക്സോ ക്ലസ്റ്ററിങ്ങോ അല്ലെങ്കിൽ സെക്കൻഡറി ഇൻഡെക്സോ എന്തെങ്കിലും ചെയ്തു വിചാരിക്കും ഓൾറെഡി. പക്ഷേ വലിയൊരു ഡേറ്റ ഫയലാണ്, ഒരുപാട് ബ്ലോക്സുകൾ, ഇപ്പോൾ ഒരു 1,00,000 ബ്ലോക്സ് തന്നെ ഉണ്ട്. മേ ബി 10 lakhs or 1 crore എബവ് ട്യൂപ്പിൾസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ബ്ലോക്സ് തന്നെ ഓൾമോസ്റ്റ് 1 lakh അടുപ്പിച്ച് വരുന്നു. അപ്പോൾ അത്രയും തന്നെ എൻട്രി ഇൻഡെക്സിൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡെക്സ് ഫയൽസ് തന്നെ 1000s 10,000s 4,000s ഒക്കെ വരും. അല്ലെങ്കിൽ 10,000s ടൈപ്പ് ഇൻഡെക്സ് എൻട്രീസ് ബ്ലോക്സ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇൻഡെക്സ് തന്നെ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് നോക്കും. മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡേറ്റ ബ്ലോക്സ് ഉണ്ട്, കുറേ ഡേറ്റ ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഡേറ്റ ബ്ലോക്സിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് കുറേ ഇൻഡെക്സ് വന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടേബിളാണ്. ആ ടേബിളായിട്ട് ഇൻഡെക്സ് ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെ ഒരു ഫയലാക്കി വെച്ചുകൊണ്ട് ഇതിന് വേറൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം ക്രിയേറ്റ് ചെയ്തതിനെ ഇന്നർ ഇൻഡെക്സ് ആയിട്ടും പറയും, ബാക്കിയുള്ള ഏറ്റവും പുറത്ത് ക്രിയേറ്റ് ചെയ്തതിനെ ഔട്ടർ ഇൻഡെക്സ് എന്നും പറയും. ഓക്കെ, അപ്പം ഈ എത്ര ഇപ്പോൾ 1000 ബ്ലോക്സ് 10,000 ബ്ലോക്സ് ആണ് ഇൻഡെക്സിന് വേണ്ടി വന്നതെങ്കിൽ ഞാൻ വീണ്ടും ഒരു ലെവലും കൂടെ ഒരു ഇൻഡെക്സിങ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന് പറയുന്നത് വീണ്ടും കുറഞ്ഞു. ചിലപ്പോൾ ഒരു 100 ബ്ലോക്സ് മാത്രമാവും. ഓക്കെ, അല്ലെങ്കിൽ 50 ബ്ലോക്സ് ആയിട്ട് കുറയുമായിരിക്കും. ഓക്കെ, ഇതാണ് മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഇൻഡെക്സ് ബ്ലോക്സിൻ്റെ കൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ അതിനെ തന്നെ ഒരു ഫയലാക്കി വെച്ചുകൊണ്ട് അതിന് വേണ്ടി വേറൊരു ഇൻഡെക്സിങ് ചെയ്യും. അപ്പോൾ ഈ ചെയ്യുന്ന ഔട്ടർ ഇൻഡെക്സ് എന്ന് ചെയ്യുന്ന കാര്യം ഒരു സ്പാർസ് ഇൻഡെക്സ് ആയിരിക്കും. അതൊരു പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഇന്നർ ഇൻഡെക്സിനകത്തൊരു സെർച്ച് കീ ആണല്ലോ ഉള്ളത്, അത് തന്നെ പ്രൈമറി കീ എന്നുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇന്നർ ഇൻഡെക്സ് ചെയ്തേക്കുന്നത് ഒരു പ്രൈമറി ഇൻഡെക്സ് ആയിട്ടോ ക്ലസ്റ്റർ ഇൻഡെക്സ് ആയിട്ടോ സെക്കൻഡറി ഇൻഡെക്സ് ആയിട്ടോ ഏത് വെച്ചാണെങ്കിലും ആ സെർച്ച് കീയെ ബേസ് ചെയ്ത് സോർട്ട് ചെയ്തായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് ഫയൽ സോർട്ടഡ് ആണ്. അതിനെ ബേസ് ചെയ്ത് ഞാനൊരു ഔട്ടർ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യും. ഒരു സ്പാർസ് ഇൻഡെക്സ് ആയിട്ട് ഓരോ ബ്ലോക്കിനും ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്പാർസ് ആയിരിക്കും. ഓരോ ബ്ലോക്കിനും ഒരു എൻട്രി എന്നുള്ള രീതിയിലായിരിക്കും ചെയ്തേക്കുന്നത്. ഇന്നർ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ത് വേണോ ആവാം. ഇത് പ്രൈമറി ഇൻഡെക്സും ആവാം, ക്ലസ്റ്റേർഡും ആവാം, സെക്കൻഡറി ആവാം.
ഓക്കെ, എക്സാമ്പിൾ ഇതാണ്. ഇപ്പോൾ ആദ്യത്തത് ഒരു ഡെൻസ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു. 10 ഒരെണ്ണം, 20 ഒന്ന്, 30 ഒന്ന്, ഒരു ബ്ലോക്കിൽ ഒന്ന് എന്നുള്ളതുമില്ല, കംപ്ലീറ്റ് വാല്യൂസിനും ഓരോന്ന് വെച്ച് ഞാൻ കൊടുത്തേക്കുകയാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഫസ്റ്റ് ലെവലിന് വേണ്ടി വീണ്ടും വേറൊരു ഇൻഡെക്സ്, സ്പാർസ് ആയിട്ടുള്ള വേറൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ഓരോ ബ്ലോക്കിനും ഓരോന്നുള്ള രീതിയിൽ അത് വരും. അപ്പോൾ 10 എന്നുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൻ്റെത്, 70 എന്നുള്ളത് സെക്കൻഡ് ബ്ലോക്കിൻ്റെ, 130 എന്നുള്ളത് തേർഡ് ബ്ലോക്കിൻ്റെ, അങ്ങനെ കുറേ ബ്ലോക്ക്സ് ഉണ്ടാവും. അതിന് വേണ്ടി എല്ലാം കൂടെ ഒരു സെക്കൻഡ് ലെവൽ. ഓക്കെ, ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇൻഡെക്സിങ് തന്നെ ആക്സസ് കുറച്ചുകൂടെ സ്പീഡിയാക്കാൻ വേണ്ടി, ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയുള്ളത്. ഇതിപ്പം കാണിച്ചേക്കുന്നത് കംപ്ലീറ്റ് ഡെൻസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലെവലാണ്. ഇത് ഡെൻസ്ഡ് ആയിട്ടുള്ള ഇതല്ല, ഡെൻസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്, പക്ഷേ ഇത് സെക്കൻഡറി ഇൻഡെക്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതായത് സെക്കൻഡറി ഇൻഡെക്സിനും എനിക്ക് മൾട്ടി ലെവൽ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു പ്രൈമറി ഇൻഡെക്സിൻ്റെയാണ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ഒരു പ്രൈമറി ഇൻഡെക്സ് ആണ്. പ്രൈമറി കീ ഫീൽഡിനെ ബേസ് ചെയ്ത് പ്രൈമറി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടി ഒരു സെക്കൻഡ് ലെവൽ വേറൊരെണ്ണം ചെയ്തു മൾട്ടി ലെവലായിട്ട്. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചേക്കുന്നതുള്ളൂ. ആദ്യത്തത് കംപ്ലീറ്റ് ഡെൻസ് ആയിട്ടുള്ളത്, രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ സെക്കൻഡറി ഇൻഡെക്സിന് വേണ്ടിയുള്ള ഒരു സെക്കൻഡ് ലെവൽ ഇൻഡെക്സ്. ഈ തേർഡ് വൺ ഇതെന്ന് പറയുന്നത് ഒരു പ്രൈമറി ലെവൽ ഇൻഡെക്സ് ഫസ്റ്റ് ലെവലിലുണ്ട്, സെക്കൻഡ് ലെവലിൽ വേറൊരു സ്പാർസ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഡെക്സിങ്ങിന് വേണ്ടി നോക്കാനുള്ളത്, അതായത് ഇൻഡെക്സിങ്ങിൻ്റെ ടൈപ്പായിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം.